അതെന്തിനാടാ നീ ടി വി ഓഫ് ചെയ്തേ? ഞങ്ങൾ ഒന്നിച്ചപ്പോൾ നിനക്ക് കാണണ്ടേടാ. ബാക്കി കൂടി കാണടാ. പിന്നെ ഷോന്ന് എഴുതി കാണിച്ച സിനിമ തീരില്ലേ? ക്ലൈമാക്സ് നിങ്ങൾ ഒന്നിച്ചപ്പോ കരഞ്ഞു പോയി. അയ്യോ, എന്താടാ ഞങ്ങൾ സന്തോഷിച്ചപ്പോ നീ കറന്നോ? പിന്നെ ക്ലൈമാക്സ് കരയണ്ടേ? ഇനിയാനടാ ഞങ്ങളുടെ കഥ തുടങ്ങണേ. അത് എന്നോട് പറഞ്ഞ എന്നാ കാര്യം? നിങ്ങൾ പോയി നിങ്ങളുടെ ഡയറക്ടറോട് പറ. നാണും അണിയണും അമ്മയും കൂടി ചെട്ടിക്കുളങ്ങര ഉത്സവം കാണാൻ പോയപ്പോൾ ഞാൻ അവിടുന്ന് കൂട്ടം തെറ്റി ട്രെയിൻ കയറി ബോംബെക്ക് പോയി ഡോണായി. ഇവനാണെങ്കിൽ വലിയങ്ങാടിയിലെ വലിയ ഗുണ്ടയും. ഇപ്പോൾ ആണും ചേട്ടനും ഒരുമിക്കുമ്പോൾ ആ സന്തോഷം ആളുകൾ കാണണ്ടേ? ഇപ്പൊ നിങ്ങൾ സിനിമ നിർത്തിയാൽ എങ്ങനെ ശരിയാവും? നിങ്ങളുടെ കഥ അന്നേ കഴിഞ്ഞതാ. ആരൊക്കെ എന്തൊക്കെ കാണണമെന്ന് ഞാൻ തീരുമാനിക്കും. വിട്ടോ സാറേ, അങ്ങനെ പറയരുത് സാറേ. സാറിന്റെ ആരാധക നിലയിൽ നിങ്ങളുടെ ജീവിതം എന്താണെന്നറിയാൻ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്. ചുമ്മാ ഒരു സെക്കൻഡ് പാർട്ട് അങ്ങ് പിടിക്കും സാറേ. പ്രൊഡ്യൂസറിന്റെ കാശില്ലാത്തതുകൊണ്ടാ ഞാൻ വില്ലനായിട്ട് അഭിനയിച്ചത്. അന്നേരാ നിന്റെയൊക്കെ ഒരു സെക്കൻഡ് പാർട്ട്. ഓടാ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പോയി തിരക്കഥാകൃത്തിനോട് പറ. ഈ ഒരു കഥ ഉണ്ടാക്കാൻ പെട്ട പാടെ എനിക്കേ അറിയത്തുള്ളൂ. അപ്പോഴാണ് അവൻ്റെയൊക്കെ ഒരു സെക്കൻഡ് പാർട്ട്. സാർ, ഇപ്പൊ ഈ സെക്കൻഡ് പാർട്ടിന്റെ ഒക്കെ ഒരു കാലമാണല്ലോ. അതൊന്നും കഥ ഉണ്ടായിട്ടല്ല, ഈ ഓഡിയൻസിനെ മണ്ടന്മാരാക്കാൻ വേണ്ടി ഞങ്ങൾ കാണിക്കുന്ന ഒരു ട്രിക്കല്ലേ. നാണും അണിയണും അമ്മയും കൂടി അതൊന്ന് ഛർദ്ദിച്ചല്ലേ ഇവിടെ പറയേണ്ട ഡയലോഗ്. എന്ത് കഷ്ടമാണ് സാർ. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തൂടെ? നിങ്ങൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന വെറും കഥാപാത്രങ്ങൾ മാത്രമാണ്. നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് ചോദിക്കാനുള്ള യാതൊരു അവകാശമില്ല. ഇതെന്ത് ലോജിക്ക്? അത് താൻ മിണ്ടരുത്. ഇന്റർവെല്ലിന് ഹെലികോപ്റ്റർ പൊട്ടിത്തെറിച്ചിട്ട് സാവത്തവരാണ് ഞങ്ങള്. തന്റെ പൊട്ട കഥയ്ക്ക് എവിടെയാണോ ലോജിക്ക്? ശരി, സെക്കൻഡ് പാർട്ട് എങ്കിൽ സെക്കൻഡ് പാർട്ട്. അസിസ്റ്റന്റ് 2 കഞ്ചാവ് പിടി.